ലൈബ്രറി കൗൺസിൽ, തൃത്താല പഞ്ചായത്ത് സമിതി, മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. മേഴത്തൂർ സ്കൂൾ അങ്കണത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ PB ഷെൽജ അധ്യക്ഷയായി. ചടങ്ങിൽ സംസ്ഥാന ശാസ്ത്രകലാ മേളയിൽ A ഗ്രേഡ് നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. MK കൃഷ്ണൻ സ്വാഗതവും PM ഹരീശ്വരൻ നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A കൃഷ്ണകുമാർ, VT സ്മാരക സമിതി അംഗം TM നാരായണൻ, സ്കൂൾ HM E ഉണ്ണികൃഷ്ണൻ, EM മാധവൻ എന്നിവർ സംസാരിച്ചു. ഇങ്ങനെ ഭാഗനാക്കപ്പെടുന്നവന് ഒരു മനസ്സുണ്ട്, അയാൾക്ക് സ്നേഹമുണ്ട്, സ്നേഹിക്കാനുള്ള കഴിവുണ്ട്, അയാൾ പരിഗണിക്കപ്പെടാതെ ദുഃഖിക്കുന്നുണ്ട് എന്ന് ഈ ലോകത്തെ കുറിച്ച് എന്തുകൊണ്ട് MT മറ്റെഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തനായി? ഒരുപാട് എഴുത്തുകാർ എഴുത്തുകാരുണ്ട്. ഉറുവും ബഷീറും SK പൊറ്റക്കാടും തകഴി ശിവശങ്കരപ്പിള്ളയും ദേവും ഒക്കെ മലയാളത്തിൽ നോവലുകൾ നോക്കി. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ ആരാധന തെളിയിക്കും പറയാൻ. പക്ഷെ അതിനേക്കാൾ ഉപരിയായി വായിച്ച കോടാനുകൂടി മനുഷ്യരുടെ ഹൃദയത്തിൽ നെഞ്ചത്ത് കയറിയിരുന്ന എഴുത്തുകാരൻ MT വാസുദേവനാണ്. കുറിച്ച് ബുദ്ധിജീവികൾ വിമർശനമൊക്കെ പറയും, പക്ഷെ വായിക്കുമ്പോൾ വിമർശിക്കും. വായിക്കുമ്പോൾ വാസുദേവനാരെ നെഞ്ചത്ത് കയറിയിരിക്കും. ഇറങ്ങി വാസുദേവനാരെ വാസുദേവനാരെ ഇറങ്ങില്ല, ചന്ദ്രൻ വെച്ച് MT നെഞ്ചത്തിൽ. അതാണ് MT സ്പെഷ്യൽ. ഇപ്പൊ ബഷീർ വലിയ എഴുത്തുകാരനാണ്. പക്ഷെ ബഷീറിന്റെ കഥകൾ വായിച്ച് എട്ടുകാരി മമ്മൂന്ന് ഞാനാണെന്ന് ആർക്കും തോന്നില്ല, ആനവാരി രാമനായർ ഞാനാണെന്ന് തോന്നില്ല, പൊൻകുരിശ് തോന്നാൻ ഞാനാണെന്ന് തോന്നില്ല, മണ്ടൻ മൂത്തപ്പ ഞാനാണെന്ന് തോന്നില്ല. അതൊക്കെ ജീവിതത്തിലുള്ള കഥാപാത്രമാണ്. പക്ഷെ MT വായിച്ചാൽ സേതു അപ്പുണ്ണി ഞാനാണെന്ന് തോന്നില്ല, ഗോവിന്ദൻകുട്ടി ഞാനാണെന്ന് തോന്നുന്നു, ചില ആൾക്കാർക്ക് ഭീമൻ ഞാനാണെന്ന് തോന്നുന്നു, ചന്തു ഞാനാണെന്ന് തോന്നി, രണ്ടാം പടത്തിലെ ഭീമൻ ഞാനാണ്, രണ്ടാം പടപ്പെട്ട മന്ദനാക്കപ്പെട്ട പല കഴിവുകളുണ്ടായിട്ടും മന്ദൻ. മഹാനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായരെ അനുസ്മരിക്കാൻ ലഭിച്ച ഈ അവസരത്തെ ഞാൻ അഭിമാനമായി കാണുന്നു. നാലുകെട്ടും അസുരത്തും മഞ്ഞും കുട്ടിയേടത്തെയും അതോടൊപ്പം തന്നെ വളർത്തുറവുകളും എല്ലാം തന്നെ വായിച്ചിട്ടുണ്ടെങ്കിലും MTയുടെ സാഹിത്യത്തിന്റെ ഒരു പരന്ന വായന സാധ്യമാകാത്തതിനാൽ MT കൃതികൾ വായിച്ചിട്ടുണ്ടോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഞാൻ വായിച്ചു എന്ന് ഉറപ്പു നൽകുന്നു എന്നത് സത്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. MT സാഹിത്യം എന്നത് കേവലം നമ്മൾ വിജയിച്ചു വീഴ്ത്താവുന്ന സംഖ്യയല്ല, അത് മഹാപ്രപഞ്ചവും സാഗരമാണെന്ന് എനിക്ക് മുന്നിലേക്ക് ഏവർക്കും അറിയാവുന്ന വസ്തുത. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.